Hi friends, my name is Amrita. I'm your new English teacher. So definitely this year we are going to experience a novel way of learning, right? So shall we begin? So in standard 8 we have two textbooks. The one is the main core text. Its name is English Rose, and we have one more text, that is my book of grammar and composition. So these two texts are included in 8th standard. Today I am going to deal with this textbook. The first chapter of this grammar textbook, its name is sentences. As we learned in the previous WhatsApp classes, sentences is a combination of words that makes a complete sense. സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആണ്. നമുക്ക് വായിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമുക്ക് എഴുതുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് സെൻസ് കിട്ടുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സെൻറ്റൻസ്. സബ്ജക്ട് ഓഫ് എ സെൻറ്റൻസ് ഈസ് ഹൂ ഓർ വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. അപ്പം സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത് അവരെ നമ്മൾ എന്തെന്ന് പറയും? സബ്ജക്റ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ലൂക്ക് പ്ലേഡ് ഫുട്ബോൾ. ഇതൊരു സെന്റൻസ് ആണ്. ഇതിന് സ്വന്തമായിട്ട് എന്തുണ്ട്? ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. ആൻഡ് ലൂക്ക് പ്ലേഡ് ഫുട്ബോൾ. ലൂക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആര്? സബ്ജക്റ്റ്. ആ സെന്റൻസ് ആരെ കുറിച്ചാണ് പറയുന്നത്? ലൂക്കിനെ കുറിച്ചാണ് പറയുന്നത്. സോ ആ സെന്റൻസിനകത്ത് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൂക്കാണ്. ദെൻ ബാക്കിയുള്ള പോർഷൻ ഏതാണ്? പ്ലേഡ് ഫുട്ബോൾ. നമ്മൾ എന്തായിട്ടും പറയും? പ്രിഡിക്കേറ്റ് ആയിട്ടും പറയും. അപ്പം ഇതുപോലെ എല്ലാ സെന്റൻസസിലും എന്തുണ്ട്? സബ്ജക്ട് പാർട്ടുമുണ്ട്, പ്രിഡിക്കേറ്റ് പാർട്ടുമുണ്ട്. സബ്ജക്റ്റ് അതിനെ നമ്മൾ മലയാളത്തിൽ തന്നെ കർത്താവ് എന്നൊക്കെ പറയും. ആ സബ്ജക്റ്റ് ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ ആ സെന്റൻസിൽ പറയുന്നത് ആ പോർഷനെ നമ്മൾ എന്തെന്ന് പറയും? സബ്ജക്റ്റ് എന്ന് പറയും. ബാക്കിയുള്ള മുഴുവൻ പോർഷനെ നമ്മൾ എന്തെന്ന് പറയും? പ്രിഡിക്കേറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ ബി ബസ്റ്റ് അറൌണ്ട് മീ എന്ന് പറയുന്നത് ഒരു സെന്റൻസ്. അങ്ങനെ എ ബി, ഒരു ബി എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. ബസ്റ്റ് അറൌണ്ട് മീ എന്ത് ചെയ്യാണ്? എന്റെ ചുറ്റും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി എന്താണ്? പറന്നു നടന്നു, എന്റെ ചുറ്റും ശബ്ദം ഉണ്ടാക്കി. അപ്പം ആ ഒരു പോർഷൻ ആണ് എന്ത്? അവിടുത്തെ പ്രിഡിക്കേറ്റ് പോർഷൻ. സോ ദ പാർട്ട് ദാറ്റ് tell us about the subject is called predicate. അപ്പം ഒരു സെന്റൻസിന് സബ്ജക്റ്റിനെ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് തരുന്ന ബാക്കിയുള്ള പോർഷനെ നമ്മൾ എന്ത് പറയും? പ്രിഡിക്കേറ്റ് എന്ന് പറയും. A sentence is a combination of words that makes complete sense or complete meaning. ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് അത് എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ആയിട്ടൊരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? സെന്റൻസ് എന്ന് പറയും. അതുപോലെ ഈ സെന്റൻസിനെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? രണ്ട് പാർട്സ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഇസ് ദ സബ്ജക്ട് പാർട്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ദ പ്രിഡിക്കേറ്റ് പാർട്ട്. സബ്ജക്ട് എന്ന് പറയുന്നത് ആ സെന്റൻസിലെ കർത്താവായിരിക്കും. ആരെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് സബ്ജക്റ്റും. ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നതാണ് എന്ത്? പ്രിഡിക്കേറ്റ് പോർഷൻ. ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് വി ഹാവ് one exercise. Underline the subjects and circle the predicates. The first one, the earth moves around the sun. So here the sentence is the earth moves around the sun. അപ്പം ഈ ഒരു സെന്റൻസിലെ സബ്ജക്ട് എന്ന് പറയുന്നത് ദ എർത്ത്. ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ പറയുന്നത് ദാറ്റ് ഈസ് ദ സബ്ജക്ട്. സോ ദ സബ്ജക്ട് ഓഫ് ദിസ് സെന്റൻസ് ഈസ് ദ എർത്ത്. ദെൻ മൂവ്സ് അറൌണ്ട് ദ സൺ. അപ്പം ആര് ഈ പറയുന്ന സബ്ജക്ട് എന്ത് ചെയ്യാണ്? ദാറ്റ് മൂവ്സ് അറൌണ്ട് ദി സൺ. സോ ദാറ്റ് പാർട്ട് വി കോൾ ഇറ്റ് ആസ് പ്രിഡിക്കേറ്റ് പാർട്ട്. So the first one, the earth is the subject and moves around the sun is the predicate. Second one, the shepherds heard a barking sound. അപ്പം ഈ ഒരു സെന്റൻസിലെ സബ്ജക്ട് ഏതായിരിക്കും? ഡെഫിനറ്റ്ലി the shepherds. ആ ഷെപ്പേർഡ്സ് ആണ് അവിടുത്തെ സബ്ജക്ട് അല്ലെ? അവരെന്താ കേൾക്കുന്നേ? heard a barking sound. അവരൊരു barking sound കേട്ടു. Third example, next week my grandmother is coming from London. So next week, അടുത്ത ആഴ്ച, അതെന്തല്ല? സബ്ജക്റ്റ് അല്ല, അടുത്ത ആഴ്ചയെ കുറിച്ചല്ല പറയുന്നത്. ബട്ട് വേറെ ആരെ കുറിച്ച് ആ സെന്റൻസിൽ പറയുന്നേ? മൈ ഗ്രാൻഡ് മദർ.
is coming from London. എന്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഹിയർ the subject is grandmother, my grandmother, and the predicate is coming from London. Fourth example, after dinner I like to read before going to sleep. After dinner അതും എന്തായിട്ട് വരില്ല, സബ്ജക്റ്റ് ആയിട്ട് വരില്ല. After dinner I like to read. ആർക്കാണ് വായിക്കാൻ ഇഷ്ടം? എനിക്ക്. So here the subject is I like to read before going to sleep. അപ്പൊ ബാക്കിയുള്ള പോർഷനെ നമ്മൾ എന്ത് പറയും? പ്രിഡിക്കേറ്റ് എന്ന് പറയും. Next example, look out for the sharp turn at the foot of the hill. ഇതൊരു എക്സെപ്ഷൻ ആണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റിനെ കണ്ടെത്താനായിട്ട് കഴിയില്ല. ബട്ട് we can get a complete meaning from this sentence. That is, look out for the sharp turn at the foot of the hill. ആ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് ആരോടോ പറയുന്നതാണ്. അപ്പൊ അതിനു മുന്നേ ആരുണ്ടാവും? യു എന്നുണ്ടാവും. ഇത് ആരോടോ ഒന്ന് എന്ത് ചെയ്യാണ്, കാര്യം പറയാണ്. ലുക്ക് ഔട്ട് ഫോർ ദ ഷാർപ്പ് ടേൺ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ. എന്താണ്? ഹില്ലിന്റെ ആ ഒരു ഫുട്ട് ഏരിയയിൽ എന്താണ്, ഒരു ഷാർപ്പ് ടേൺ ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നേരത്തെ കൂട്ടി പറയാണ്. സോ അത് അവിടെ യു എന്ന് പറയുന്നത് ആ സെന്റൻസിൽ തന്നിട്ടില്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആണ്. സോ യു ആണ് അവിടുത്തെ എന്ത്, സബ്ജക്റ്റും. ബാക്കി കംപ്ലീറ്റ് എന്താണ്, പ്രിഡിക്കേറ്റ് പാർട്ടുമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, I heard this story from the captain of the ship while sailing down the North Sea. So in this sentence subject is I. Baki, the rest of the portion is called as predicate. Next example, some owners of old houses have sold them for small flats and apartments. അപ്പം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ആ സെന്റൻസിന്റെ മീനിങ് നമ്മളൊന്ന് എടുക്കണം. Some owners of old houses have sold them for small flats and apartments. ചില എന്താണ് ഓണേഴ്സ്, പഴയ വീടിന്റെ ഓണേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, they sold them for ഫ്ലാറ്റ്സ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ്. ഫ്ലാറ്റ്സിനും അപ്പാർട്ട്മെന്റ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് സോൾവ് ചെയ്യാറുണ്ട്. സോ അവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത്? സം ഓണേഴ്സ് ഓഫ് ഓൾഡ് ഹൗസസ്. അപ്പോ സം ഓണേഴ്സ് ഓഫ് ഓൾഡ് ഹൗസസ് ആണ് അവിടുത്തെ സബ്ജക്റ്റും. ബാക്കി വരുന്ന പോർഷൻസ് അവിടുത്തെ എന്താണ്, പ്രിഡിക്കേറ്റും ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, യു വിൽ ബി ഏബിൾ ടു സീ ദ ലൈറ്റ് ഹൗസ് ഫ്രം ദ വിൻഡോ ഓഫ് അവർ അറ്റിക്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് അവിടുത്തെ സബ്ജക്ട് എന്നുള്ളത്. You will be able to see the lighthouse from the window of our attic. So you is the subject there and the rest of the portion is predicate. Next example, the huge man sitting in front of me at the cinema was a big obstruction. അവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? The huge man. Yes. After the theater, my friend and I hurried towards the bus. ഈ ഒരു സെന്റൻസിൽ എന്താണ് ആഫ്റ്റർ ദ തിയേറ്റർ? അതെന്തല്ല, സബ്ജക്റ്റ് അല്ല. നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തിങ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ കുറിച്ചോ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. സോ ആഫ്റ്റർ ദ തിയേറ്റർ സബ്ജക്റ്റ് അല്ല. മൈ ഫ്രണ്ട് ആൻഡ് ഐ ഹറി ടുവേർഡ്സ് ദ ബസ്. എന്ത് ചെയ്യാണ്, ബസ് കിട്ടാനായിട്ട് വേഗത്തിൽ പോവാണ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ. സോ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഈസ് ദ സബ്ജക്ട് ഹിയർ. നെക്സ്റ്റ് എക്സാമ്പിൾ, the paper was so easy that the students finished it before time. The paper was so easy that the students finished it before time. ഇപ്പം ആരെ കുറിച്ചാണ് പറയുന്നത്? സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടുത്തെ സബ്ജക്ട് ഈസ് the students. Next example, she will never be able to forgive Rana for what he did to her. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, forgive ചെയ്യാൻ കഴിയില്ല. ആരെ? റാണേനെ. ഫോർ വാട്ട് ഹി ഡിഡ് ടു ഹർ. അവളോട് ചെയ്തതിനെ കുറിച്ച് ആ ഒരു കാര്യത്താൽ അവൾക്ക് റാണേനെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഫൊഗീവ് ചെയ്യാൻ, മാപ്പ് കൊടുക്കാനായിട്ട് കഴിയില്ല. സോ ഇവിടുത്തെ ആരെ കുറിച്ചാ പറയുന്നേ? അവളെ കുറിച്ചാ. സോ ഹിയർ ദ സബ്ജക്ട് ഇസ് ഷീ. നെക്സ്റ്റ്, മോസ്റ്റ് ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിംഗ് ഓട്ടം. ഇവിടെ എന്താണ് ഇല പൊഴിക്കുന്നത്? മോസ്റ്റ് ട്രീസ്. മോസ്റ്റ് ട്രീസ് are the subject here. This is the best book I have read by Gulzar. ഈ ഒരു സെന്റൻസിൽ എന്താണ്? This is the book. ദിസും ബുക്കും, ദിസ് ബുക്ക് അതാണ് അവിടുത്തെ എന്ത്,
യെസ്, അവിടത്തെ സബ്ജക്ട്. ബാക്കി റെസ്റ്റ് ഓഫ് ദ പോർഷൻ നമ്മൾ എന്ത് പറയും? പ്രിഡിക്കേറ്റ് എന്ന് പറയും. അപ്പം ഇതുപോലെ എല്ലാ സെന്റൻസസിലും ഇതുപോലെ എന്തുണ്ടാവും? 2 parts ഉണ്ട്. The one part is subject and another part is predicate. The subject of a sentence is who or what it is about. എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത്, ദാറ്റ് പോർഷൻ ആണ് അവിടുത്തെ സബ്ജക്ട്. ആൻഡ് ദെൻ ദ പാർട്ട് ദാറ്റ് ടെൽ ആസ് അബൌട്ട് ദി സബ്ജക്ട് ഇസ് കോൾഡ് പ്രിഡിക്കേറ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് തരാണ്, അതിന് സബ്ജക്റ്റിനെ കുറിച്ച് പറയാണ്, അവർ എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് തരുന്ന ആ പോർഷനെ നമ്മൾ എന്ത് പറയും? പ്രിഡിക്കേറ്റ് എന്ന് പറയും. You all get the portions that I explained today. If you have any doubt, just contact me. And what you have to do is write your own sentence and try to find out the subject and the predicate part. I attached a PPT to this video. So instead of writing here, I prepare a PPT, and because that will be more convenient for you to read. This is all about today's portion. So you have to do this activity in your textbook itself and take a picture and send to me through WhatsApp. ഈ ആക്ടിവിറ്റി നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്തിട്ട് ആ ചെയ്ത പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പിക്ചർ, ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്തു. താങ്ക് യു.